യാത്രാക്ഷീണം കാണും, വന്ന് കിടക്ക്. ഉവ്വ്, ഒന്ന് കിടക്കണം. അവൻ പോയില്ലേ? ഉവ്വ്. തലയ്ക്കകത്തൊരു മുഴക്കം. വാഹനത്തിന്റെ ശബ്ദമൊന്നും കേട്ടില്ല, ഒരു ശബ്ദവും കേൾക്കണില്ല. എന്താ പ്രശ്നം? അമ്മയും മോനും വഴക്കാക്കുമോ? അമ്മയ്ക്ക് മക്കളോട് വഴക്കടിക്കാൻ പറ്റുമോ? അതും ഒരേ ഒരു മോനോട്. പാവം കുട്ടി നല്ല മിടുക്കനായിട്ട് പഠിക്കുകയായിരുന്നു. ഡോക്ടർ ഭാഗത്തിന് ചേർക്കണവരെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടിയുള്ളൂ. പിന്നെ വിൽക്കേണ്ടി വന്നു. വലിയ വീട്ടിലെ ആൾക്കാര് മകൾക്കൊരു ഭർത്താവിനെ കണ്ടു അവനില്. അവരുടെ ചെലവിലായിരുന്നു പിന്നെ പഠിത്തവും ജീവിതവും, ഇപ്പൊ ഉദ്യോഗവും. ഇപ്പൊ അവര് പറഞ്ഞു അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ. അവന് സ്നേഹമുള്ളതുകൊണ്ട് വഴിയിലറിഞ്ഞില്ല, ഇവിടെ എത്തിച്ചു. ഏതാ ഈ സ്ഥലം? ആരാ നിങ്ങളൊക്കെ? അറിയില്ല. കൂടപ്പിറപ്പുകളാ. ഇത് നമ്മുടെ വീട്. വാ. ഓ, ഇതിന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഇന്നിവിടെ പ്രാതൽ വിളമ്പിയ തന്നെ പണ്ടോറടക്കാൻ. എന്താ മോളെ മിസ് കുമാരി, ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? തള്ളപ്പട എര മുണങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്റെ പരീക്കുട്ടിയെ ഉപ്മാവിൽ വെള്ളം കൂടിപ്പോയി, ഉറച്ചു കിട്ടുന്നില്ല. ഉറച്ചു കിട്ടിയില് കുറച്ചുകൂടി ലൂസായിക്കാളാം. എവിടെ നോക്കട്ടെ. ആ ഇതിലേ കുറയും കൂടി വെള്ളം ഒഴിച്ചോ, നന്നായിട്ട് ചൂടാക്ക്. എന്നിട്ട് ഓരോ പിഞ്ഞാണത്തിലാക്കിയാണ്ട് ഒഴിച്ചു കൊടുക്ക്. അപ്പൊ അതിനൊരു പേര് വേണ്ടേ? അതിനല്ലേ സൂപ്പ് സൂപ്പ് എന്ന് പറയാ? അല്ല പിന്നെ വല്ലാത്തൊരു ഐതികാരൻ തന്നെ പരീക്കുട്ടിയെ നിങ്ങള്. രാവിലെ 3 ഇഡ്ഡലിയും ചട്നിയും ഉണ്ടെങ്കിൽ ലേശം ചമ്മന്തിപ്പൊടിയും വെളിച്ചെണ്ണയും. മരിക്കണതിന്റെ മുമ്പ് അങ്ങനെ ഒരു കാപ്പ് കുടിക്കാൻ കഴിയോ ആവോ? ഇവിടത്തെ അടുക്കളയിലുള്ള നശൂലങ്ങളെ നാട് കടത്തിയിട്ട് ആലോചിച്ചാ മതി. ആരെ നാട് കടത്തുന്ന കാര്യമാണ് വിചാരിച്ചേ? ഒന്നുമില്ല എന്റെ പരീക്കുട്ടി, ഈ ഭൂമി മലയാളം വിട്ട് അങ്ങ് പരലോകത്തേക്ക് പോണ കാര്യം പറഞ്ഞതാണ്. ഓ, അപ്പൊ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങി. ഇതെന്താ ഇത്? സൂപ്പ് ഹെൽത്തിന് ബെസ്റ്റാ. തനിക്കൊരു മേൽക്കുപ്പായിട്ട് നടന്നൂടോ? ആ, ഞാനൊരു കോട്ടും ടൈയൊക്കെ കെട്ടിവിടെ ഇങ്ങനെ നടക്കാം. ഇത് 5 സ്റ്റാർ ഹോട്ടലല്ലേ, വേണമെങ്കിൽ സൂപ്പർ ജണിട്ട് പോവാൻ നോക്കിന്ന്. ഇതെന്താ ഇത്? പശയാ? ഏയ്, പശ എത്ര ലൂസ് ഉണ്ടാവില്ല. ഇത് ജൂപ്പ്. നാക്കി വെക്കാൻ കൊള്ളില്ല. ഇതിനെ സൂപ്പെന്ന് വിളിക്കണേ? ആരും കഴിക്കാൻ തോന്നണില്ല. കഴിക്കാത്തവരുണ്ട്, പുറത്തിറങ്ങി വായി വച്ചിട്ടാ മതി. നല്ല കടൽക്കാറ്റും കിട്ടും. ഇവിടെ എങ്ങനെയൊക്കെ പറ്റൂ. ഞങ്ങളെ മാസം പണം എണ്ണി തന്നിട്ടാ, അല്ലാണ്ട് നിന്റെ ഒന്നും ഓസിനല്ല. അനാഥാലയത്തിനെ മാതിരി വെച്ച് വിളമ്പണത് മിണ്ടാതെ തിന്നിട്ട് പോണെന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. സൂപ്പ് കുടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇത് നീ തന്നെ അങ്ങ് കുടിച്ചോടാ. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇത് കണ്ടോ? താനെന്താടോ മാവില് മോന്തോത്തി വീണോ? മാവിന്റെ മേലെ വീണതൊന്നുമല്ല, കൗസല്യാമ്മ സൂപ്പ് മോത്തെടുത്ത് ഒഴിച്ചതാ. സൂപ്പോ? കൊല്ലും ഞാനാ തള്ളനെ. ഓ, ഇവിടെ ഇപ്പൊ സൂപ്പാന്നോ കാലത്തെ കാപ്പിക്ക് പകരം? താനിങ്ങനെ എല്ലിന് ബലം വയ്ക്കുന്ന ആഹാരം ഉണ്ടാക്കി കൊടു. ശരീരം പുഷ്ടിപ്പെട്ട് തള്ളമാർ ഒടുക്കം തന്റെ കഴുത്തിന് പിടിച്ച അമുക്കും. ഉപ്പുമാവിന് വെള്ളം ജാസ്തിയായപ്പോ ഞാനത് ലൂസാക്കി ഒഴിച്ചതാ. അല്ലാതെ ഞാനിപ്പോ അയച്ചേക്ക് മട്ടൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കല്ലേ. ആ തന്നെ, നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കി മാറ്റിന്ന്. എല്ലാത്തിനും വരട്ടാൻ കിട്ടുന്ന ഒരു ചാൻസാ അല്ലേ? ഇവിടുത്തെ അന്തേവാസികളുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഇന്ന് ഡൈനിങ് ടേബിളിൽ കാണിച്ച ധിക്കാരം ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഇവിടുത്തെ സ്റ്റാഫിനെ ദേഹോപദ്രവം ചെയ്യുന്നവരെ മാനേജ്മെന്റിന് പറഞ്ഞയക്കേണ്ടി വരും. മൂക്കിൽ പഞ്ഞിയും തിരികെ പെട്ടിയിലോട്ട് കയറ്റേണ്ട പ്രായമായി എല്ലാത്തിനും. എന്നിട്ട് കയ്യിലിരിപ്പ് ഇപ്പോഴും പെശക. ചുമ്മാതല്ല വീടിനും വീട്ടുകാർക്കും വേണ്ടത് അനാഥ പ്രേതങ്ങളെ പോലെ ഇങ്ങനെ അലയുന്നത്. എടോ നിർത്തടോ. താൻ ആരെയായി പ്രാകുന്നത്? തന്നെ ഒരു അമ്മ പ്രസവിച്ചല്ലേ? അല്ലടോ, തന്റെ തന്റെ ഏറാടിയുടെ ഉമ്മർത്ത് ഭിക്ഷയെടുക്കാൻ വന്നവരല്ല ഇവിടെ ഉള്ളവരാരും. കന്നാലികൾക്ക് കൊടുക്കാൻ പഠിക്കുന്ന ആഹാരം ഉണ്ടാക്കി തന്നിട്ട് അത് കഴിച്ചോണോന്ന് ഓർഡിട്ടാലേ ഇപ്പൊ അവന്റെ മുഖത്തെറിഞ്ഞതേ ഉള്ളൂ. ഇനി തലവഴി ഒഴിക്കും.
ചിലപ്പോ എടുത്തോണ്ട് പോയി അടുപ്പത്തെ പാത്രത്തെ മുക്കിയൊന്നും വരും. ഓ പിന്നെ കൊറേ മുക്കും. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അത്ര തൃപ്തിയാവുന്നില്ലല്ലേ? ഇറങ്ങിക്കോ. മനസ്സിലിറങ്ങാൻ ഇതാരാ? ഒരു ദിവസം ഞാൻ ഇനി തീ വെക്കും. ചുണ ഉണ്ടെങ്കിൽ അത് ചെയ്യ്. വേണോന്ന് വെച്ചാ താൻ എന്നെ കയറി പിടിക്കാൻ വന്നു എന്ന് പറഞ്ഞ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും. എക്സ്ക്യൂസ് മീ മിസ്റ്റർ അർണോസ്. പ്രസിദ്ധനായ ഒരു പാതിരിയുടെ പേരിൽ ഒരു പന്നൻ, അത് നിങ്ങളാണല്ലേ? താൻ എന്നതാ പറഞ്ഞേ? അയ്യോ ഞാൻ പറഞ്ഞല്ല, പുറത്തൊരു അമ്മയോട് നിങ്ങളെ കുറിച്ച് ചോദിച്ചു, അവരുടെ കമന്റാ. എനിവേ, ഐ എം വിവേക്, കരുണാലയത്തിന്റെ പുതിയ മാനേജർ. ഏറാടി സാറ് പറഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഹലോ. പറഞ്ഞായിരുന്നു അങ്ങോട്ട് മാനേജ് ചെയ്താട്ടെ. ഈ എണ്ണക്കട്ട ജന്തുക്കളെ മാനേജ് ചെയ്യാൻ ഒരുത്തൻ ഇങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു തൊട്ടിയെ പ്രതീക്ഷിച്ചു. തൊട്ടിയാവാനും വലിയ സമയമൊന്നും വേണ്ട. നിങ്ങളെപ്പോലൊരു പാതാളക്കരണ്ടിക്ക് കിട്ടാത്തത് ഒരു തൊട്ടിയിൽ പൊക്കിയെടുക്കാൻ ചിലപ്പോ. ഓ ഇയാള് പൊക്കിയാട്ടെ. അയ്യോ, ലാബില് സ്പിരിറ്റ് ലാമ്പിന്റെ മേളിൽ വെച്ച ലായനി വറ്റി കാണുമോ എന്തോ. ഓ കമ്മീഷൻ. അയാളെന്താ ലാബ് ലൈനി എന്നൊക്കെ പറഞ്ഞു? വലിയ സയന്റിസ്റ്റ് അല്ലേ? കറുത്തോരെ വെളുപ്പിക്കാനും വെളുത്തോരെ കറുപ്പിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അല്ല, പുതിയ മാനേജരാന്ന് പറഞ്ഞത്? അതെ. ആരെ? മേരിക്കുട്ടി ടീച്ചർ. എനിക്കൊന്ന് കാണുമായിരുന്നു. ടീച്ചറെ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരെ എനിക്ക് കാണണം, സംസാരിക്കണം. ഇവിടെ ജീവിക്കുന്ന ഞാനടക്കമുള്ള സ്ത്രീകൾക്കെല്ലാം പറയാൻ ഓരോ കഥകളുണ്ട്. ഇതുപോലൊരു തുരുത്തിലെത്തിപ്പെട്ടതിന്റെ കഥകൾ. അതിലൊരു സമാനത കാണാൻ കഴിയുക എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിൽ ആർക്കും തന്നെ തിരിച്ചു പോകാൻ ഒരു വീടില്ല എന്നതാണ്. അല്ല ടീച്ചർ, ഞാൻ ചോദിക്കുന്ന ഈ അസൗകര്യങ്ങൾക്ക് നടുവിൽ കഴിയുന്നേക്കാൾ ഭേദമല്ലേ മറ്റൊരു സ്ഥലം കണ്ടെത്തി എല്ലാരും ചേർന്നങ്ങ് മാറുന്നത്? അതിനുള്ള സഹായം എന്താ വെച്ചാൽ ഞാൻ ഏറാടി സാറിനോട് പറഞ്ഞ്. ഏറാടി എന്താ കുഞ്ഞിന് ഓഫർ ചെയ്തത്? ഈ വൃദ്ധകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചെടുത്ത അയാൾക്കെന്തോ വലിയ ഗുണമുണ്ടെന്നറിയാം. അതിന് നിയോഗിച്ച പുതിയ ആളിന് കാര്യം നടന്നാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. ഏറാടി സാറ് വലിയ കുഴപ്പത്തിലാണ്, ഏതാണ്ട് ഞാനും. ഞങ്ങളും അതെ. ഈ മേരിക്കുട്ടി ടീച്ചർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. മക്കള് 4 അമേരിക്കയില്. ടീച്ചറിന്റെ കെട്ടിയോ മരിച്ചപ്പോ മക്കള് ടീച്ചറിനെ അങ്ങ് സ്റ്റേറ്റ്സിലോട്ട് കൊണ്ടുപോയി. അവിടെ മാറി മാറി മക്കളുടെ കൂടെ പേരക്കുട്ടികളെ നോക്കി വീട്ടുകാവലും ഒക്കെ ആയിട്ട് അങ്ങ് കൂടി. നല്ല ചെമ്പാവരി ചോറും കൊടമ്പുളിയിട്ട മീൻചാറും ഒക്കെ കഴിച്ച് പള്ളിയും നോമ്പും കൺവെൻഷനും ഒക്കെ ആയിട്ട് നടന്ന ടീച്ചർക്ക് അമേരിക്കയിലെ എയർ കണ്ടീഷൻഡ് ജയിൽവാസം മടുത്തു. തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാ നടന്ന ചതി അറിയുന്നേ. റോഡരികത്തിരുന്ന വീട് ഇടിച്ചു നിരത്തി ഇളയ മകൻ ജോസും അവന്റെ അമ്മായിയപ്പനും കൂടി ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു. ഫലത്തില് കിടപ്പാടവില്ല. ടിക്കറ്റ് എടുക്കടാ നാട്ടിലോട്ടെന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞു. നേരെ ഇങ്ങോട്ടാ പോണത്. പാർവതി അമ്മ പാലക്കാട്ടൊരു അഗ്രഹാരത്തിലെയാ. പിള്ളേർക്ക് പാട്ട് ട്യൂഷൻ എടുത്തും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റും വളർത്തി വലുതാക്കിയ മകളെ ഒരുത്തന്റെ കൂടെ പറഞ്ഞയച്ചു. കെട്ടി പുതുമോടി മാറും മുമ്പ് അവനും അവന്റെ വീട്ടുകാരും കൂടെ തുടങ്ങി സ്ത്രീധന വകയിൽ കണക്കൊത്തിട്ടില്ലാത്ത കാശിന്റെയും പൊന്നിന്റെയും പിച്ചളപാത്രത്തിന്റെ പേര് പറഞ്ഞ് കുട്ടിയുടെ പ്രാണനെടുക്കാൻ. ബാക്കിയുള്ള സ്വത്തെന്ന് പറയാനുള്ളത് ഒരു കിളിക്കൂട് പോലത്തെ വീടാ. അതും കൂടി വിറ്റ് പണമാക്കി വാക്ക് പാലിക്കാൻ വേണ്ടി ഓടിച്ചെന്ന പാവം കണ്ണിന് നേർക്ക് കണ്ടതേ പൊന്നുമോളെ കൊന്ന് ഫാനില് കെട്ടിത്തൂക്കുന്ന അത് രോഗിയാ. കയ്യിൽ കെട്ടിയതുകൊണ്ട് അവന്റെ കഥ അങ്ങോട്ട് കഴിച്ചു. പിന്നെ കുറച്ചുനാള് ജയിൽവാസം കഴിഞ്ഞ് ഇവിടേക്ക് പോന്നു. അമ്മ ഇവിടെ മഹാഭാഗ്യവതിയായിരുന്നു. മരണം പോലും അടുക്കാൻ ധൈര്യം കാട്ടാത്ത മഹത് ജന്മം. ഒരേ ഒരു മകൻ. അവനൊരു മകള് പിറന്നപ്പോ ഉത്സവമായിരുന്നു വീട്ടില്. മാറി മാറി കയ്യിന്ന് താഴെ വെക്കാതെ എല്ലാവരും കൂടി ഓമനിച്ച് അദ്ദേഹം കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വേണ്ടി ഓഫീസിൽ പോക്ക് വരെ നിർത്തി. തഹസിൽദാരായിരുന്നേ. എന്തിനാ പറയുന്നേ, കുഞ്ഞുവാവയുടെ ചോറും ഉണ്ണ് തിരുപ്പതി പോയി. അദ്ദേഹത്തിന്റെ നേർച്ചയായിരുന്നു. മടങ്ങി വരണ വഴിയില് ഒരു ആക്സിഡന്റ്. ഈ മഹാപാപിയായി ഞാൻ ഒഴികെ എല്ലാരും കൂടെ ഭഗവത് സന്നിധിയിലേക്ക് പോയി. എന്നെ തനിച്ചാക്കിയിട്ട് കുറെ നാൾ ആസ്പത്രിയില്. തിരിച്ചു വീട്ടിലെത്തിയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കളിയും ചിരിയും നിറഞ്ഞ വീട്ടില് ഒരു പത്രപരസ്യം കണ്ടു. ഉടനെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഇപ്പോ ഇതൊരു ദുഃഖക്കടലല്ലേ.
അതില് ഞാനും ഇങ്ങനെ. ആ ചിഞ്ചുമോനെ, മുത്തശ്ശിക്ക് സ്വീറ്റ്സ് കൊടുത്തേ. ആ റെഡി, അങ്ങോട്ട് അങ്ങോട്ട്. അമ്മേ, സ്വീറ്റ് അധികം കഴിക്കണ്ട കേട്ടോ, മറ്റുള്ളവർക്ക് കൊടുത്തേക്കൂ. ഷുഗർ ഇത്തവണ നോക്കിയപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ചടങ്ങ് തീർക്കാൻ ചിലരിങ്ങനെ വരും. പിറന്നാള്, ഷഷ്ടിപൂർത്തി, പൂക്കൾ, മധുരം, ഗ്രൂപ്പ് ഫോട്ടോ. செருப்பால அடிக்கணும். சொந்த அம்மாவை ஏமாத்துற பசங்க. நம்ம வெரோனிகாவோட ஹஸ்பண்டோட விஷயம் தெரியுமோ? ഇല്ല. അയാൾക്ക് ലോട്ടറിയിലെ പെരിയ അമൗണ്ട് അടിച്ച പോത് വെറോണിക്കാവെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അവളുടെ അനിയത്തിയുമായി പുതിയ ലൈഫ് തുടങ്ങിയാச்சு. പുത്തൻ കാറ് വാങ്ങി ഒരു പുത്തൻ ഡ്രൈവറെയും വെച്ചാச்சு. அந்த புத்தன் டிரைவர் புத்தன் காருமாய் ஃபுல் கேஷுமாய் புது பண்டாட்டுமாய் இடங்காலி பண்ணியாச்சு. எப்படி இந்த ஆளு கோவிந்தா? கொடுத்தா கொல்லத்தும் கிட்டுன்னு சொல்றது கரெக்டாச்சா? அதான். എന്തു പറയുന്നു മാനേജര്? കുടിയൊഴിപ്പിക്കാൻ വന്നിട്ട് ഇവിടുള്ളവരുടെ കഥ കേട്ട് അയ്യത്തടാന്നായോ? ഹേയ്, എനിക്ക് ആ പരീക്കുട്ടി ഒന്ന് കാണണം. ഈ ഉപ്പുമാവ് സൂപ്പാക്കി മാറ്റുന്നതിന്റെ പാചകക്കുറിപ്പ് ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ഹലോ, നിങ്ങളാണില്ലേ പുതിയ മാനേജർ? ഈ പന്നിക്കൂട്ടിൽ എന്ത് മാനേജ് ചെയ്യാൻ വന്നതാ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് ഞാൻ വിചാരിച്ചാ കൊണ്ടെടുക്കാനും ഷട്ടർ ഇടാനും പറ്റും. തന്റെ ശരിയായ പേര് പരീക്കുട്ടിന്നോ സൽമാൻ ഖാൻ എന്നോ? എന്തേ? അല്ല, ഈ ബാഡി ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കുന്നുണ്ട് ചോദിച്ചാ തനിക്കെന്താ ഷർട്ടിട്ടാ ചൊറിയൂ? ഇല്ല. എന്നാ ഷർട്ടിടാതെ തന്നെ ഞാനിനെ കണ്ട ബ്ലേഡ് കൊണ്ട് ഈ ഓഞ്ഞ ശരീരത്തില് മാർത്താണ്ഡം പിള്ള മഹാ തെണ്ടി എന്ന് ഞാൻ എഴുതും. പോടോ, പോവാൻ. ഇവൻ ജഗലാണ് കേട്ടോ, ചിലപ്പോ പറഞ്ഞതുപോലെ ചെയ്യും. ഇത് പന്നിക്കൂടല്ല, കിളിക്കൂടാവണം. അമ്മ കിളിക്കൂട്. വിവേകെ, നീ വെറുതെ സെന്റിമെന്റ്സ് പറയല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞേൽപ്പിച്ചത് ആ ദുരിതാശ്വാസ ക്യാമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു പൂട്ടി വരാനാ. അവിടുത്തെ തള്ളാരുടെ കഥ നേരിട്ട് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാനല്ല. അവന്റെ മനസ്സറിഞ്ഞിരിക്കണു. അലിയും സർ, അതൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ കഥ കേരട്ട് എന്താ മനസ്സിലാത്ത? ശുദ്ധ തോന്നിവാസമാണ് അർണോസും പരീക്കുട്ടിയും കാണിക്കുന്നത്. സാർ അവിടെ പോയി അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ട് പോവാനാ? ഒന്ന് പോയതിന് ഞാൻ അനുഭവിച്ചു. കുപ്പായത്തിന് പിടിച്ച എയറിൽ പൊക്കി എറിഞ്ഞു ആ റിട്ടയർഡ് SI. എടോ, കുറച്ചു കാലം മുമ്പ് വരെ ഞാൻ അത് നല്ല രീതിയിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ പൊസിഷൻ വളരെ മോശ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, എങ്ങനെയെങ്കിലും അതൊന്ന് പൂട്ടിക്കെട്ടി ആ സ്ഥലം വിറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ജയിലിന്റെ ഉള്ളിലാവും. അപ്പൊ ആരുണ്ടാവില്ല എന്റെ കൂടെ കിടക്കാൻ. നീ വരും എന്റെ കൂടെ? സമ്മതിച്ചു സർ. എന്ത് കൂടെ കിടക്കാനാ? അതല്ല, സാറിന്റെ പ്രശ്നങ്ങൾ സീരിയസ് ആണ്. പക്ഷെ കണ്ട കാര്യം പറയാം. കരുണാലയത്തിലെ കഥാപാത്രങ്ങളെ സ്നേഹിച്ച് അവരുടെ ജെന്യൂനായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു സമാധാനത്തിന്റെ വഴിയിലെ അവരെ അവിടുന്ന് മാറ്റാനാവും. അതെനിക്ക് വിട്ടതാ. വിട്ടു തന്നല്ലോ, പക്ഷെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് എനിക്ക് തോന്നാൻ ഇടവരരുത്. വെളുക്കാൻ തേച്ചത് പാണ്ടായതോ അലർജി ആയതോ ഒക്കെ ആണല്ലോ ഈ പരുവത്തിൽ എത്തിച്ചത്. ഡെഡ് ബോഡിയിൽ കുത്തല്ലട മോനെ. എല്ലാം ശരിയാവുന്ന ദിവസം വരും സർ. ഒരമ്മയുടെ പോലും കണ്ണീര് വീഴ്ത്താതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്ന ദിവസം. ഈ ചിരി തിരിച്ചു കിട്ടിയല്ലോ. അതിനു വേണ്ടിയുള്ള ചികിത്സയെ ഞാൻ നടത്തിയിട്ടുള്ളൂ. ഇല്ലത്ത് വലിയപ്പനെ കാണാൻ വന്നിരുന്ന കവികളുടെ സംസർഗത്തിൽ വളർന്നുകൊണ്ടാവാം ഞാൻ പിന്നീട് ചില പൊട്ട കവിതകളൊക്കെ കുറിച്ചിരുന്നു. ഈ മുഖത്തെ പ്രകാശം കാണുമ്പോഴുള്ളൊരു തോന്നൽ, ഈ കാർമേഘം മാറി തെളിയുന്ന ചന്ദ്രൻ, അങ്ങനെ ഉപമിക്കാൻ തോന്നുക. താങ്ക്സ് ഡോക്ടർ. ഏയ്, ആ വാക്കു വേണ്ട. വേണ്ടടുത്തും വേണ്ടാത്തടത്തും ഒക്കെ ഉപയോഗിച്ച് നിറം കെട്ടു അതിന്റെ. ഡോക്ടർ, എന്റെ ജോലി കഴിഞ്ഞു. ബിൽസ് എല്ലാം ക്ലിയർ. എന്നാ പിന്നെ ഇറങ്ങിക്കോളുക. 9:10 രാഹുകാല. വാമേ. കഴിവതും ഒറ്റയ്ക്കിരിക്കാതെ നോക്കുക. എന്തെങ്കിലും വായിച്ചോ സംഗീതം കേട്ടോ തുന്നപ്പണിയോ തോട്ടപ്പണിയൊക്കെ ആയിട്ട് എൻഗേജ് ആയിരിക്കുക. ഞാനീ പറഞ്ഞ സ്ഥലമാവുമ്പോ തനിച്ചാവാൻ പാടാ. കുറെ മുത്തശ്ശിമാരുടെ ഒക്കെ കൂടെ. വിഷയത്തിന് പഞ്ഞുണ്ടാവില്ല. കുറെ പരദൂഷണവും കുറെ പഴങ്കഥകളും ഒക്കെ ആയിട്ട് അങ്ങനെ കൂടാ. എപ്പ കാണണമെന്ന് തോന്നിയാലും വിളിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല, ഈ വഴി ഇനി വരാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ.
പ്രയർ ടൈം. അമ്മ ഇരിക്കൂ.